ഈ ഭിത്തിയെല്ലാം ഏത് സമയവും പൊളിഞ്ഞു വീഴാം. ചെതൽപ്പുറ്റുകളുമൊക്കെയുണ്ട്. ആ പോടുകളിലൊക്കെ പാമ്പുകളും മറ്റും ഇഴജന്തുക്കളുമൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് റെഡിയാക്കിയിരുന്നെങ്കിൽ ഇത്രയും ചിലവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നവകേരള സദസ്സിന് പോലും നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു ഇതുമില്ല. മഴ വീണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലേക്കാണ് അകത്തേക്ക് വെള്ളം വരുന്നത്. ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കാണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് മേൽക്കൂരൊക്കെ കാറ്റത്തും ഇതൊക്കെ വീണ് ആ ചോർച്ചയൊക്കെ വന്ന് ആകെ ഇടിഞ്ഞു പോയി വീഴും. നമസ്കാരം. പ്രിയപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി, നിങ്ങൾ അറിയുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എത്ര കോടി രൂപയാണ് ടൂറിസത്തിൻ്റെ മറവിൽ പലരും അടിച്ചു മാറ്റുന്നത്, നശിപ്പിച്ച് കളയുന്നത്? അത്തരത്തിലൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂരിലാണ്. ഇവിടെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ജൂതഭവനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജൂതഭവനത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജൂതഭവനമാണ്. ഇതിപ്പോൾ ഈ അവസ്ഥയിലായതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ടൂറിസം വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഒരു ഭവനമാണ്. പഴയ രീതിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ആ പണ്ടത്തെ തറയോടുകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പഴയ ജൂതഭവനമായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാണുന്ന തറയോടുകളൊക്കെ അന്ന് ഈ ജൂതന്മാർ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ അവരുടേതായ രീതിയിൽ പാകിയിരുന്ന തറയോടുകളാണ്. അതെല്ലാം നശിച്ചുപോയി. വാതിലുകൾ നശിച്ചു, കോണിപ്പടികളുമൊക്കെ ഉണ്ട്, മുകളിലേക്ക് കയറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതെല്ലാം നശിച്ച് നാശമായിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്നൊരവസ്ഥയിലാണ്. ഈ വീട് ഈ മുസ്ലിസ് പൈതൃക പദ്ധതിക്ക് വിൽപ്പന നടത്തിയ ജോസിയേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോസേട്ടൻ്റെ വീട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾക്കിത് എത്രത്തോളം ഭീഷണിയുണ്ട്? ഇപ്പോൾ മഴ വീണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലേക്കാണ് അകത്തേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു തിരിഞ്ഞു നോക്കുന്നില്ല. പലയിടത്തും നവകേരള സദസ്സിന് പോലും നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു ഇതുമില്ല, അത് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മേൽക്കൂരൊക്കെ പൊഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് റെഡിയാക്കിയിരുന്നെങ്കിൽ ഇത്രയും ചിലവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കാണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് മേൽക്കൂരൊക്കെ കാറ്റത്തും ഇതൊക്കെ വീണ് ആ ചോർച്ചയൊക്കെ വന്ന് ആകെ ഇടിഞ്ഞു പോയി വീഴും. ഇനിയിപ്പോൾ മൊത്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, മഴ ഏൽക്കാതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതും പോയിട്ട് വർഷങ്ങൾ കുറേയായി. ഇത് എത്ര വർഷം മുമ്പാണ് ചേട്ടനെ ഇത് വാങ്ങുന്നത്? എങ്ങനെയാണ് ഇത് വാങ്ങുന്നത്? 2018 എൻ്റെ ഇത് വാങ്ങിച്ചതാണ്. ഞങ്ങളുടെ ഇത് ജൂതഭവനമായിരുന്നു. അപ്പോൾ ഇത് ഒറ്റ ഭിത്തിയാണ്. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ജൂതന്മാർ ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ, അവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭവനം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇത് വാങ്ങിച്ചതാണ്. നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണോ അവർ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു? അവരിവിടേക്ക് വന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കൊടുത്തത്. അന്ന് എത്ര രൂപയ്ക്കാണ് ഇത് കൊടുത്തത്? അന്ന് 65 ലക്ഷം രൂപ. 65 ലക്ഷം രൂപയ്ക്ക്. എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു? 7 സെൻറ്റ് സ്ഥലം. 7 സെൻറ്റ് സ്ഥലം ഈ വീട്. അന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ ചേട്ടൻ താമസിക്കുന്ന വീടിൻ്റെ അതേ മോഡലിൽ തന്നെയാണ്? അത് തന്നെ. ഇത് ഒറ്റ സ്ട്രക്ചറാണ്. ഞങ്ങൾക്ക് ഇത് കാരണന്മാരായിട്ട് ജൂതന്മാരുടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അന്ന് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സാധനങ്ങൾ ഞങ്ങൾ 66 മറ്റോ വാങ്ങിച്ചതാണ്. 2018 ഞങ്ങളിത് മുസ്ലിംസിന് വേണ്ടിയിട്ട് കൊടുത്തത്. എത്ര വർഷം പഴക്കം കാണും? ഏകദേശം ഒരു 200 വർഷത്തിൽ താഴെ. 200 വർഷത്തിൽ താഴെ ഉണ്ടാവും. 200 വർഷത്തിൽ അകത്ത് ഒരു പ്രായം കണക്കാക്കാവുന്ന അത്രയും വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ആ വീടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണാം, അവിടെ എല്ലാം മരങ്ങളൊക്കെ വളർന്ന് ആ ഭിത്തിയൊക്കെ വിണ്ട് കയറിയിരിക്കുകയാണ്. ജനാലകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഈ ഭിത്തിയെല്ലാം ഏത് സമയവും പൊളിഞ്ഞു വീഴാം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഭിത്തിയുണ്ട്, ആ മുകളിൽ ആ ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുന്ന ഭാഗം, ആ ഒരു ഭിത്തിയാണ് ഈ ജോസേട്ടൻ്റെ കുടുംബം താമസിക്കുന്നത്. ഏകദേശം 5ഓളം ആൾക്കാർ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ജീവൻ പണയം വെച്ചാണ് അവിടെ താമസിക്കുന്നത്. കാരണം ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ആ ഭിത്തിയിലേക്ക് അടിച്ചു കയറും. അങ്ങനെ ആ ഭിത്തി നനഞ്ഞ് കുതിരും. ഏത് സമയവും അത് ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. അറിയാം, അതെല്ലാം നല്ല കല്ലാണ്, ചെങ്കല്ല് വെച്ചിട്ടുള്ള ഭിത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. ഇത് പലവട്ടം മുസ്ലിസിൽ പരാതി പറഞ്ഞെങ്കിലും അതിന് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഏക ആശ്രയം എന്ന നിലയിൽ നഗരസഭയിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ
അവിടെ നിന്നും ഒരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പാമ്പുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഇവിടെയെല്ലാം കല്ലുകളും മണ്ണുകളും ഉണ്ട്. കൂടാതെ അകത്ത് ഈ പോടുകളുണ്ട്, ഒരുപാട് ഈ ചെതൽപ്പുറ്റുകളുമൊക്കെ ഉണ്ട്. ആ പോടുകളിലൊക്കെ പാമ്പുകളും മറ്റു ഇഴജന്തുക്കളുമൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ വീടിൻ്റെ മുന്നിലേക്ക് ഇത്തരം ഇഴജന്തുക്കളൊക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കാര്യത്തിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കണം. ഇതുപോലെ കോടികൾ പാഴാക്കി കളയുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ജനങ്ങളുടെ നികുതി പണമാണ്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് സമയവും ഈ കെട്ടിടം പൊളിഞ്ഞു വീഴാം. പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ജോസേട്ടൻ്റെ വീട് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തും മറ്റു വീടുകളുണ്ട്. ആ വീടുകൾക്കും വലിയ നാശനഷ്ടമുണ്ടാകും, ജീവൻ തന്നെ അപകടത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ജൂതഭവനം പുനർനിർമ്മിക്കാതിരിക്കാൻ കാരണം ഈ ടെൻഡർ തുക കുറവായതിനാൽ ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന ഒരു കാരണമാണ് ഈ മുസ്ലിസ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇനി പുതുക്കിയ ടെൻഡർ നടപടികൾ സർക്കാർ അനുമതി വേണം. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ കഴിയൂ എന്നാണ് മുസ്ലിസിൻ്റെ വാദം. നിരവധി പേരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മിതികൾ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ ഇത് പൊളിച്ചു കളയുക, മറ്റുള്ള ജീവൻ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇത് പുനർനിർമ്മിക്കുക. നോർത്ത് പറവൂരിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.